ഹായ് ഓൾ, ഡെൻ്റൽ കെയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീജ, ഡെൻ്റൽ സർജനാണ്. വായിൽ വരുന്ന രോഗങ്ങളെ പറ്റി പഠിക്കുന്ന ഡെൻ്റൽ ബ്രാഞ്ച് സ്പെഷ്യലിസ്റ്റാണ്. നമ്മുടെ മോണയുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം, ഓവറോൾ ഓറൽ ഹെൽത്ത്, അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാം, അതിനുള്ള പ്രധാനമായ 5 ടിപ്സാണ് ഞാൻ ഈ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. ഫസ്റ്റ് ടിപ്പ്: ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുന്നത് ശീലമാക്കുക. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാനായിട്ട് ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ കണ്ടന്റ് ഉള്ളത്. അത് അങ്ങനത്തെ ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് നമ്മുടെ പല്ലിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും. ഫ്ലൂറിൻ ഈ കേടുകളൊന്നും വരാതെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു എലിമെന്റ് ആണ് ഫ്ലൂറിൻ. അപ്പോൾ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് ടിപ്പ്: നമ്മൾ ദിവസവും 2 നേരം ബ്രഷ് ചെയ്താൽ മാത്രം പോരാ, ചെയ്യുന്ന ബ്രഷിംഗ് ടെക്നിക്ക് കറക്റ്റായ രീതിയിൽ തന്നെ ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു പ്രോപ്പർ നമുക്ക് ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ബ്രഷിംഗ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരുടെയും ഒരു ബ്രഷിംഗ് ടെക്നിക്കാണ് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്യുക. ഹൊറിസോണ്ടൽ ബ്രഷിംഗ് എന്ന് പറയും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ബ്രഷ് ചെയ്യാം. ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് ഒരു തെറ്റായ രീതിയാണ്. അതൊരു കറക്റ്റ് ബ്രഷിംഗ് ടെക്നിക്ക് അല്ല. നമ്മുടെ ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് മോണയുടെയും പല്ലിന്റെയും ആ ഒരു യോജിക്കുന്ന ജംഗ്ഷൻ ഭാഗത്ത് ഒരു 45 ഡിഗ്രി ആംഗുലേഷനിൽ പിടിച്ചിട്ട് മോളിൽ നിന്ന് താഴേക്ക് സർക്കുലാർ മോഷനിൽ മോളിൽ നിന്ന് താഴേക്കാണ് ബ്രഷ് ചെയ്യേണ്ടത്. അതാണ് കറക്റ്റ് ബ്രഷിംഗ് ടെക്നിക്ക്. നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ട് ബ്രഷ് ചെയ്യുന്നത് വഴി ഒരു എക്സ്ട്രാ ഫോഴ്സ് ആ മോണയ്ക്കും പല്ലിൻ്റെ ഇടയിൽ ആ വരുന്ന ജംഗ്ഷനിൽ എക്സ്ട്രാ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ തേയ്മാനം സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പല്ലിന് തേയ്മാനം, കടഭാഗത്ത് തേയ്മാനം വരാൻ കൂടുതൽ സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്കിൽ വേണം നമ്മൾ കറക്റ്റ് ബ്രഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സർക്കുലാർ മോഷനിൽ മോളിൽ നിന്ന് താഴേക്ക് വേണം, എന്നാലേ അഴുക്ക് മുഴുവനായിട്ട് പോയുള്ളൂ. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ പല്ലിൻ്റെ അകംഭാഗത്തും ഇതുപോലെ തന്നെ ബ്രഷ് ചെയ്യണം. മൊത്തം അകത്തെല്ലാം ബ്രഷ് ചെയ്യണം. ഇതുപോലെ തന്നെ ഇതിന് ശേഷം നാക്കിൻ്റെ ഭാഗവും നാക്ക് നല്ലപോലെ ബ്രഷ് ചെയ്യാം. ഇതാണ് പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്കിൽ വരുന്നത്. തേർഡ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ട്വൈസ് ഡെയിലി ബ്രഷ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മുഴുവനായിട്ട് ഈ ഫുഡ് ഡെബ്രീസ് അല്ലെങ്കിൽ ആഹാരാവശിഷ്ടങ്ങളൊക്കെ വായിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടു എന്ന് വരില്ല. അതൊരു സോഫ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് പല്ലിൻ്റെ ഇടകളിലോ അല്ലെങ്കിൽ കയറി ഇറങ്ങി പല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടകളിലൊക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഡെബ്രീസ് എന്ന് പറയും, ഫുഡ് ഡെബ്രീസ്. അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ പ്ലാക്ക്, സോഫ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് പ്ലാക്ക് എന്ന് പറയും. അത് കുറച്ചുകൂടി കാലഘട്ടം കഴിയുമ്പോൾ കാൽസിഫൈഡ് ആവും. എന്നിട്ട് കാൽക്കുലസ് എന്നുള്ള രീതിയിൽ കുറച്ച് ബലമുള്ള ടൈപ്പ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് പല്ലും മോണയും ചേരുന്ന ഭാഗത്തായിട്ട് കാണാൻ പറ്റും. മഞ്ഞ കളർ ഒരു യെല്ലോയിഷ് കളറിലാണ് കാൽക്കുലസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എത്ര ബ്രഷ് ചെയ്താലും അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നോർമൽ ബ്രഷിംഗ് വഴി റിമൂവ് ചെയ്ത് പോവില്ല. അതിന് നമുക്ക് മെക്കാനിക്കൽ ആയിട്ട് ഫോഴ്സ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടി വരും. അതായത് ഒരു പ്രോപ്പർ സ്കെയിലിംഗ് ടെക്നിക്ക് എന്ന് പറയും. അതായത് പല്ല് ക്ലീൻ ചെയ്യുന്ന ടെക്നിക്കിന്റെ ഡെന്റൽ ടേം ആണ് സ്കെയിലിംഗ്. ആ ഒരു ഡെന്റൽ സ്കെയിലിംഗ് പ്രൊസീജിയർ വഴിയേ പിന്നീട് ആ കാൽക്കുലസിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളപ്പോൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അത് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും തോറും ഈ നമ്മുടെ മോണയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇറിറ്റേഷൻ വന്നിട്ട് അത് പിന്നെ മോണയ്ക്ക് ഇൻഫ്ലമേഷൻ എന്ന് പറയും, ജിഞ്ചവൈറ്റിസ് പോലെ ആവും. പിന്നീട് അത് കുറച്ചുകൂടി നാട് കഴിയുമ്പോൾ പതുക്കെ പെരിഡോണ്ടൈറ്റിസ്, പതുക്കെ മോണയുടെ ഉള്ളിലുള്ള എല്ലിനെ ബാധിച്ചു തുടങ്ങും. അതുവഴി പല്ലിന് ഇളക്കമൊക്കെ വരാൻ തുടങ്ങും. എല്ല് കുറേശ്ശെ തേയ്മാനം വന്നു തുടങ്ങുമ്പോൾ പല്ല് ഇളകാൻ തുടങ്ങും. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ വൺസ് ഇൻ എവറി 6 months അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഒരു ഡെന്റൽ സ്കെയിലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനത്തെ ഡെപ്പോസിറ്റ്സ്, ബ്രഷിംഗ് വഴി പോകാത്ത ഡെപ്പോസിറ്റ്സ് എല്ലാം അതുവഴി നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതുവഴി ഓറൽ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോർത്ത് ടിപ്പാണ്, അതായത് നമ്മൾ ഈ പല്ലിൻ്റെ മറ്റേ മുകളിലത്തെ കടിക്കുന്ന ഭാഗത്തേക്കായിട്ട് ഒരു കറുത്ത സ്പോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഓർ ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കാണാറുണ്ട്. അത് ചിലപ്പോൾ ഈ കേട് വരുന്നതിൻ്റെ തുടക്കമാകാം. അപ്പോൾ നമ്മൾ പറയും സ്റ്റിച്ചിങ് ടൈം സേവ്സ് 9 എന്ന് പറയും.
അതായത് കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് അത് കറക്റ്റായിട്ട് കേടാണോ എന്ന് നോക്കി, കേടാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ആ കേട് നീക്കം ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഫില്ലിങ് ചെയ്യണം. പല്ലിൻ്റെ ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കി പല്ലിൻ്റെ ഭാഗത്തേക്ക് വ്യാപിക്കില്ല ആ കേട്. അല്ലാതെ കേട് വച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതുക്കെ 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 അത് അടുത്ത പല്ലിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ വ്യാപിച്ച് അതൊരു വലിയ ഹോള് പോലെ ഡെവലപ്പ് ചെയ്യും. പിന്നീട് അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ അത് പോകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യണം. തുടക്കമാണോ, കേട് വരുന്നതിന്റെ തുടക്കമാണോ എന്താണെന്ന് കൺഫേം ചെയ്ത് അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കണം. ഈ ഇനിഷ്യൽ കേരീസ് ഒക്കെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ, ഒരു ബ്രൗണിഷ് ഡിസ്കളറേഷൻ ആയിട്ട് അപ്പിയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്ത് കറക്റ്റായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം. അഞ്ചാമത്തെ ഒരു ടിപ്പ്, സ്മോക്കിംഗ് ഹാബിറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ സ്മോക്കിംഗ് ഹാബിറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഓറൽ ഹെൽത്ത്. സ്മോക്കിംഗ് വഴി ഒരുപാട് മോണയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ്, അതുവഴി പല്ലിന് ഒരുപാട് പ്രോബ്ലംസ്, സ്റ്റെയിനിങ് ഓഫ് ടീത്ത്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മുടെ വായിൽ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് അതിൻ്റെ കൂടെ തന്നെ സ്മോക്കിംഗ് ഓറൽ ക്യാൻസറിന് ഒരു പ്രധാന ഇറ്റിയോളജി ഫാക്ടറുമാണ് സ്മോക്കിംഗ് ഹാബിറ്റ്. അപ്പോൾ സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. സ്മോക്കിംഗ് ഹാബിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതിൽ വരുന്ന മറ്റൊരു രോഗവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.